അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചന്ദ്രവർഷപ്രകാരം പുതിയ ഒരു വർഷം കൂടെ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഹിജ്റ വർഷപ്രകാരം 1447 ആയിരിക്കുകയാണ്. അറബി മാസപ്രകാരത്തെ ഒന്നാമത്തെ മാസമായ മുഹറം മാസത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോഴുള്ളത്. പ്രധാനമായും 3 ചിന്തകൾ നമ്മുടെ മനസ്സിൽ മുഹറം കടന്നു വരുമ്പോൾ ഉണ്ടാകേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു ഇതൾ കൂടെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന്. രണ്ടാമതായി, ഇസ്ലാമിക വിശ്വാസപ്രകാരമുള്ള പുതിയൊരു വർഷമാണ് ഹിജ്റ വർഷം എന്നുള്ളത്. 1447 ആണ് പുതിയതായി നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്ന വർഷം. മൂന്നാമത്തെ ചിന്ത, മുഹറം മാസത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരുപാട് അനുഷ്ഠാന കർമ്മങ്ങൾ. ഈ 3 കാര്യങ്ങൾ ആണ് പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ട ചിന്തകൾ. അതില് വളരെ പ്രധാനപ്പെട്ടതാണ് ആശുറ, തസ്വാ എന്നീ 2 ദിവസങ്ങൾ. മുഹറം 9, 10 ദിവസങ്ങൾ. മുഹറം 10ന്റെ അന്ന് നോമ്പനുഷ്ഠിക്കല് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. നമ്മുടെ കഴിഞ്ഞുപോയ ദോഷങ്ങളൊക്കെ പുറത്തു തരുന്നതിന് ഉതകുന്ന ഒരു സൽക്കർമ്മമാണ് മുഹറം 10ന്റെ നോമ്പ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, ഈ ചിന്തകൾ നമ്മൾ മനസ്സിലിരുത്തി ഒരു വർഷം നമ്മിലേക്ക് പുതിയതായി കടന്നു വരുമ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒരുപോലെ ആയിക്കൂടാ എന്ന ഒരു മിനിമം ചിന്തയെങ്കിലും നമ്മിലുണ്ടാവണം. കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെ ആകരുത് നമ്മുടെ വരുന്ന വർഷവും. അങ്ങനെ നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു വർഷത്തെ നമുക്ക് പുഷ്കലമാക്കണം. അതിന് സുഹൃതങ്ങളെ കൊണ്ട് നിറക്കണം. നമ്മുടെ പഠനകാര്യങ്ങളിൽ ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. നമ്മുടെ ഇബാദത്തിൽ നമ്മൾ മാറ്റം വരുത്തണം. നമ്മുടെ മറ്റ് എല്ലാ മേഖലകളിലും ഒരു പുതിയ ചുവടുവെപ്പ്, ഒരു പുതിയ മാറ്റം ഈ പുതിയ വർഷത്തിൽ, ഈ ഹിജ്റ വർഷത്തിൽ, ഈ മുഹറത്തോടുകൂടെ നമ്മൾ ആരംഭിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയമായ മാറ്റത്തിനും വലിയൊരു കാരണം ഈ മുഹറം 10 നമ്മൾ തീരുമാനിക്കണം. എല്ലാറ്റിനും സർവശക്തൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.